പെർമിറ്റ് പക്കാ പെർമിറ്റ് ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയാണ്. 12-ാം തീയതി രാവിലെ മാവേലിക്കര പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് വെച്ച് MVDയുടെ എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലുള്ള ഒരു 10-12 ഉദ്യോഗസ്ഥർ വന്ന് 2 കള്ളന്മാരെ പിടിക്കുന്നവരെ വളഞ്ഞു വെച്ച് പിടിച്ച് കുറ്റം എഴുതി തന്നു. 9 കുറ്റം. ശരി, അത് അവരുടെ നിയമ പ്രൊസീജിയറാണ്. ആ നിയമം മോട്ടോർ വാഹന വകുപ്പിന്റെ MVDയുടെ സ്ക്വാഡും ജോയിന്റ് RTOയും RTOയും ഒക്കെ ചേർന്ന് പെരുവഴിയിലാക്കിയ ഒരു ബസ് ഉടമയുണ്ട് പത്തനംതിട്ടയിൽ. കഴിഞ്ഞ 1.5 മാസമായിട്ട് റോഡിലിറക്കാൻ പറ്റാതെ ഷെഡ് കയറ്റിയിടേണ്ടി വന്ന ഒരു ബസ്സിന്റെ ഉടമ. നമുക്ക് ആ വാർത്തയൊന്നും ആദ്യം കേൾക്കാം. പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിൽ നിന്നും ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കരയിലേക്ക് സർവീസ് നടത്തുന്ന അജോയ് ട്രാവൽ സ്വകാര്യ ബസ് ഇങ്ങനെ ഷെഡിൽ കിടക്കാൻ തുടങ്ങിയിട്ട് 1 മാസമായി. സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റി പറഞ്ഞിരിക്കുന്ന നിറങ്ങൾക്ക് പകരം RC ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടുള്ള നിറങ്ങളാണ് പുതുതായി ഈ ബസ്സിന് അടിച്ചിരിക്കുന്നത്. സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റി പറഞ്ഞിട്ടുള്ള കളർ കോഡിൽ ഈ ബസ് സർവീസ് നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം MVD എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ബസ് പരിശോധിച്ചു. 9 കുറവുകൾ ബസ്സിന് ഉദ്യോഗസ്ഥർ കണ്ടെത്തി. ടയറിന്റെ കണ്ടീഷൻ മോശം, ന്യൂമാറ്റിക് ഡോറിന്റെ ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട്, ന്യൂമാറ്റിക് ഡോറിന്റെ ഫ്രെയിം കേടായതാണ്, എഞ്ചിൻ ഓയിൽ ലീക്ക്, പവർ സ്റ്റിയറിംഗ് ഓയിൽ ലീക്ക്, കാലഹരണപ്പെട്ട VLTD, സീറ്റുകൾ കീറിയതാണ്, കാഴ്ചയ്ക്ക് തടസ്സമുണ്ടാക്കുന്ന രീതിയിൽ മുൻവശത്തെ ഗ്ലാസിൽ സ്ഥലപ്പേര് എഴുതിയിരിക്കുന്നു, ബസ്സിൽ മ്യൂസിക് സിസ്റ്റം ഘടിപ്പിച്ചിരിക്കുന്നു. ഇവയാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയ 9 കുറവുകൾ. ബസ് ഓട്ടം നിർത്തി 9 കുറവുകളും പരിഹരിക്കാൻ വർക്ക്ഷോപ്പിൽ കയറ്റി. 9 ന്യൂനതകളും പരിഹരിച്ച ശേഷം വീണ്ടും ബസ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ മുന്നിൽ ഹാജരാക്കി. എല്ലാം ഓക്കെ എന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. കൂട്ടത്തിൽ RC ബുക്കിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ള പെയിന്റ് ബസ്സിന് അടിക്കണമെന്നും എങ്കിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് തരാമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞതായും ബസ് ഉടമ അജോയ് ആരോപിക്കുന്നു. RC ബുക്കിലെ നിറം അടിച്ച് ബസ് വീണ്ടും പരിശോധനയ്ക്ക് ഹാജരാക്കിയപ്പോൾ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റി പറഞ്ഞിട്ടുള്ള കളർ അടിച്ചെങ്കിൽ മാത്രമേ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് തരൂ എന്ന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ തനിക്ക് എഴുതി തന്നതായും ബസ് ഉടമ അജോയ് പറയുന്നു. ഞാൻ മനഃപൂർവ്വം സർക്കാർ നിയമം തിരിച്ചടിച്ചതല്ല. എൻ്റെ വണ്ടി തിരുവല്ല മാവേലിക്കര റൂട്ടിൽ തെങ്ങണ റൂട്ടിൽ റെഗുലർ പെർമിറ്റ് പക്കാ പെർമിറ്റ് ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയാണ്. 12-ാം തീയതി രാവിലെ മാവേലിക്കര പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് വെച്ച് MVDയുടെ എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലുള്ള ഒരു 10-12 ഉദ്യോഗസ്ഥർ വന്ന് 2 കള്ളന്മാരെ പിടിക്കുന്നവരെ വളഞ്ഞു വെച്ച് പിടിച്ച് കുറ്റം എഴുതി തന്നു. 9 കുറ്റം. ശരി, അത് അവരുടെ നിയമ പ്രൊസീജിയറാണ്. ആ നിയമപ്രകാരം വണ്ടി പിടിച്ചു. 9-ാം തീയതി പറഞ്ഞു വണ്ടി ഇനി ഓർഡർ 12-ാം ഞാൻ വണ്ടി ഓടിയില്ല. ഞാൻ വണ്ടി 12-ാം തീയതി എന്നെ കൊണ്ട് പണിയാൻ കയറ്റി. വണ്ടി 12-ാം തീയതി പണിയാൻ കയറ്റിയിട്ട് 9 കുറ്റങ്ങളും റെക്ടിഫൈ ചെയ്ത് 20-ാം തീയതി ബഹുമാനപ്പെട്ട ചെങ്ങന്നൂർ ജോയിന്റ് RTOയുടെ പെർമിഷനോടെ ഇൻസ്പെക്ടർ വെഹിക്കിൾ എന്ന് പറഞ്ഞ് 20-ാം തീയതി അപേക്ഷ കൊടുത്ത ഇൻസ്പെക്ടർ വെഹിക്കിളിന് പെർമിഷനോടുകൂടി ഞാൻ കൊണ്ട് കാണിച്ചു. 20-ാം തീയതി കൊണ്ട് കാണിച്ചപ്പം അന്നിരുന്ന MVയും അഭിലാഷും അനൂപ് എന്ന് പറഞ്ഞ 2 പേരും വണ്ടി പരിശോധിച്ചു. അതും പ്രകാരം ജോയിന്റ് RTOയുടെ എന്ന് പറഞ്ഞു RC ബുക്കിലെ പെയിന്റ് അടിച്ചിട്ടില്ലെന്ന്. RC ബുക്കിലെ പെയിന്റ് അടിച്ചിട്ടില്ലെന്ന്. എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം, ഈ ട്രാൻസ്പോർട്ട് നിയമത്തിൽ പറയുന്ന പെയിന്റും RC ബുക്കിലെ പെയിന്റും എങ്ങനെയാണ് വ്യത്യസ്തമായി പോകുന്നതെന്നാണ് എനിക്ക് ഇതിനകത്ത് മനസ്സിലാകുന്നത്. ഞാൻ കുറേ നേരമായി ആലോചിക്കുന്നത്. കാരണം പല ബസ് ഉടമകളുമായിട്ടും സംസാരിച്ചപ്പോഴും അവരെല്ലാം പറയുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ RC ബുക്കിൽ ഒരു പെയിന്റ് ഉണ്ടാവും, ആ പെയിന്റ് തന്നെയാണ് വണ്ടിക്ക് ഉണ്ടാവുക. ട്രാൻസ്പോർട്ട് നിയമത്തിൽ പറയുന്ന പെയിന്റ് ഉണ്ടാവുക. അപ്പൊ ഇപ്പൊ ഈ ട്രാൻസ്പോർട്ട് നിയമത്തിൽ പറയുന്ന പെയിന്റ് അടിച്ചാൽ മാത്രമേ ഈ വണ്ടിക്ക് റോഡിൽ ഇറക്കാനുള്ള പെർമിഷൻ കൊടുക്കുള്ളൂ എന്ന് പറയുന്നു. ഒരു തവണ ഇവര് പെയിന്റ് അടിക്കാതെ കൊണ്ട് കാണിച്ചപ്പോൾ പറഞ്ഞു RC ബുക്കിലെ പെയിന്റ് അടിക്കുന്നത്. ഈ മുതലാളി പറയുന്നത് ഞാനിപ്പോൾ RC ബുക്കിലെ പെയിന്റ് അടിച്ചിരിക്കുന്നത്. പക്ഷേ ഈ ബസ് ഇന്റർ ഡിസ്ട്രിക്ട് പെർമിറ്റ് ആണ്. അതായത് തിരുവല്ലയിൽ നിന്ന് ആലപ്പുഴ ജില്ലയിലേക്ക് പോകുന്ന പെർമിറ്റാണ്. അപ്പോൾ ഈ ആലപ്പുഴ ജില്ലയിൽ തിരുവല്ല ആകുമ്പോൾ എന്തായാലും ബ്ലൂ അല്ല, ഗ്രീൻ അല്ല, മറ്റേ കളർ എന്താണ് അതിന് പറയുന്നത്, മെറൂണോ, ആ കളറാണ് അതിന് വരുന്നത്. അപ്പോൾ ആ കളറാണ് ആ ബസ്സിന് അടിക്കേണ്ടത്. പക്ഷേ എന്താണെന്നറിയില്ല, RC ബുക്കിലെ കളർ അടിച്ചില്ല എന്ന് പറഞ്ഞിട്ട് മോട്ടോർ വാഹന വകുപ്പ് ആ വണ്ടി ഇപ്പോൾ 1 മാസമായിട്ട് ഷെഡിൽ കിടക്കാൻ ഇറക്കാൻ പറ്റുന്നില്ല. മോട്ടോർ വാഹന വകുപ്പ് നിയമമൊക്കെ നടപ്പിലാക്കുന്നതൊക്കെ നല്ലതൊക്കെ തന്നെ. പക്ഷേ 4 വലിയ റൂട്ട്സിൻ്റെ ഹോണുകൾ വെച്ചിട്ട് റോഡിൻ്റെ ഇരുവശത്ത് നിൽക്കുന്ന ആളുകളുടെ ചെവി പൊട്ടുന്ന വിധത്തിൽ ഹോൺ അടിച്ചുകൊണ്ട് ഇവിടെ വലിയ വലിയ മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരൊക്കെ പായുമ്പം അതിന് സല്യൂട്ട് അടിച്ചിട്ട് റോഡ് സൈഡിൽ നിൽക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ വല്ലാത്ത അവസ്ഥ തന്നെയാണ്. അവർക്കെതിരെ യാതൊരു വിധത്തിലുള്ള ഒരു നടപടി എടുക്കാൻ ആർക്കും പറ്റില്ല. സാധാരണക്കാരന് ഏതൊക്കെ രീതിയിൽ പിഴിയാവോ അതൊക്കെ പിഴിയാനുള്ള എല്ലാ നടപടികളായിട്ട് മോട്ടോർ വാഹന വകുപ്പ് മുന്നോട്ട് പോകണം. കാരണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് തന്നിട്ടുള്ള ടാർഗറ്റ് തികയ്ക്കാൻ പറ്റുള്ളൂ. അതാണ് സത്യം.